بسم الله الرحمن الرحيم وقيل للذين اتقوا ماذا أنزل ربكم قالوا خيرا للذين أحسنوا في هذه الدنيا حسنة ولدار الآخرة خير ولنعم دار المتقين جنات عدن يدخلونها تجري من تحتها الأنهار لهم فيها ما يشاءون ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിനുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരത്തോടു കൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, ലോകപ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കാസറ്റുകളുള്ള ലൈബ്രറി, പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി, പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും, പ്രബോധനത്തിന് മാത്രമായി ഒരു ദൃശ്യശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഗ്രന്ഥങ്ങളും കാസറ്റുകളും, ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലികം സ്നേഹസംവാദം മാസിക. വാരാന്ത ടെലിവിഷൻ പ്രോഗ്രാമുകൾ, ഇസ്ലാമിനെ കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്, ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ മൊബൈൽ ദഅവ യൂണിറ്റ്, ഖുർആൻ പരിഭാഷാ വിതരണം, നേരിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നിച്ച് ഓഫ് ട്രൂത്ത് സെന്ററുകൾ. നാദ, സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായ ഒരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം. ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണേ. ആമീൻ. മഹമ്മൂദ് കണേലൂർ ഏതെങ്കിലും മുസ്ലിം നാമധാരി തീവ്രവാദി ഭീകരവാദി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ അതിനെ ഇസ്ലാമിക തീവ്രവാദം, ഇസ്ലാമിക ഭീകരവാദം എന്നൊക്കെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു തീവ്രവാദമോ ഭീകരവാദമോ ഇസ്ലാമിനുണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഭീകരവാദിയായ ബുഷിനെ ക്രിസ്ത്യൻ തീവ്രവാദി എന്ന് വിളിക്കാത്ത എന്തുകൊണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. സഹോദരങ്ങളെ, ഇസ്ലാം കലാപമല്ല കാരുണ്യമാണ് എന്ന വിഷയമാണ് നമ്മുടെ മുന്നിൽ ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരാദർശം എന്നുള്ള നിലക്ക് സമർപ്പണമെന്ന
അർത്ഥം ഉൾക്കൊള്ളുന്ന ഇസ്ലാം സിൽമ് എന്ന ധാതുവിൽ നിന്നാണ് നിഷ്പന്നമായിട്ടുള്ളത് എന്നും അതിനർത്ഥം തന്നെ ശാന്തിയാണ് എന്നതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ശാന്തിയിൽ അധിഷ്ഠിതമാണ് എന്നും സർവശക്തനായ തമ്പുരാനെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് കാരുണ്യമൂർത്തിയായിക്കൊണ്ടാണ് എന്നും സർവേശ്വരനായ തമ്പുരാൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പ്രവാചകന്മാരെ മുഴുവൻ പറഞ്ഞയച്ചിട്ടുള്ളത് എന്നും ആ പ്രവാചകന്മാരിൽ അന്തിമനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുല്ലിൽ ആലമീൻ ലോകങ്ങൾക്ക് മുഴുവനും കാരുണ്യമായി കൊണ്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നും അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തിന് കാരുണ്യമാണ് എന്നും ഇസ്ലാമിക ദർശനം കാരുണ്യത്തെക്കുറിച്ച് സംസാരിക്കുകയും കാരുണ്യമുണ്ടാകുവാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുകയും ശാന്തിദായകമായ വൈയക്തിക ജീവിതവും കുടുംബജീവിതവും സാമൂഹിക ജീവിതവും എല്ലാം എങ്ങനെ സാധിക്കണമെന്ന് നിയതമായ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അത് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നും ഇസ്ലാം ഭീകരതയാണ് എന്നുള്ള പ്രചാരണം ഈ ശാന്തി മന്ത്രം ജനങ്ങളിലെത്തിയാൽ തങ്ങളുടെ ചൂഷണങ്ങളുടെ ദ്രംഷ്ടങ്ങളിൽ നിന്ന് സാധാരണക്കാരനും ബുദ്ധിജീവികളുമെല്ലാം രക്ഷപ്പെടുമെന്ന ഭയം കൊണ്ട് ശത്രുക്കളും സാമ്രാജ്യത്വവും പൗരോഹിത്യവും കൂടി സൃഷ്ടിച്ചെടുക്കുന്നതാണ് എന്നുമുള്ള വസ്തുതകളാണ് നമ്മുടെ മുന്നിൽ സംക്ഷിപ്തമായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാം കലാപമല്ല കാരുണ്യമാണ് എന്ന തലക്കെട്ടിന് കീഴിൽ നടക്കുന്ന ഈ തുറന്ന സംവാദം വിഷയാധിഷ്ഠിതമായ ചോദ്യങ്ങളും സംശയങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ച് അർത്ഥപൂർണമാക്കണമേ എന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാന്യനായ സുഹൃത്തിൻ്റെ ചോദ്യം, ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി എവിടെയെങ്കിലും ഒരു കലാപമുണ്ടാക്കുമ്പോൾ അത് ഇസ്ലാമിക ഭീകരത എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും എന്നാൽ മറ്റുള്ളവർ ചെയ്യുമ്പോൾ ക്രൈസ്തവ ഭീകരത എന്നോ ഹൈന്ദവ ഭീകരത എന്നോ പറയാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ പൊരുളെന്താണ് എന്നാണ്. ആ വിഷയമാണ് വിഷയാവതരണത്തിൽ ഉടനീളം ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒരാദർശം എന്നുള്ള നിലക്ക് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഭീകരത ഇസ്ലാമുമായി ഒരു തലത്തിലും ബന്ധപ്പെടുന്നതല്ല. ഒരു തലത്തിലും. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാം മനുഷ്യ സമൂഹത്തെ രക്ഷയിലേക്ക് നയിക്കുന്ന ആദർശമാണ്. മനുഷ്യരെ രക്ഷയെക്കുറിച്ചാണ് ഇസ്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ശാന്തിയുടെ ഭവനത്തിലേക്കാണ് ഇസ്ലാം മനുഷ്യരെ ക്ഷണിക്കുന്നത്. വിഭാഗങ്ങളെയല്ല, ജാതികളെയല്ല, മുഴുവൻ മനുഷ്യരെയും രക്ഷയിലേക്ക് ക്ഷണിക്കുക എന്ന ദൗത്യമാണ് പ്രധാനമായും അന്തിമ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചു പോന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ദൗത്യത്തെക്കുറിച്ച് തന്നെ വിശദീകരിച്ചുകൊണ്ട് ഒരു ഉപമാലങ്കാരത്തിലൂടെ വ്യക്തമാക്കി. ഞാൻ എൻ്റെ ഉദാഹരണം ഒരു മനുഷ്യനെ പോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ മനുഷ്യൻ ഒരു വിളക്കിന് മുന്നിലിരിക്കുന്നു. വിളക്കിനടുത്തേക്ക് വിളക്കിൻ്റെ ജ്വാല കണ്ട് ആകർഷിക്കപ്പെട്ട് പറന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് പാറ്റകൾ. ആ പാറ്റകൾ വിളക്കിനടുത്തേക്ക് അടുത്ത് ചെന്നാൽ ജ്വലിക്കുന്ന ഈ വിളക്കിൻ്റെ തീജ്വാലകളിൽപ്പെട്ട് അവ കരിഞ്ഞു നശിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനറിയാം. അതുകൊണ്ട് ആ മനുഷ്യൻ ഈ പാറ്റകളെ ആട്ടിയകറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശാശ്വതമായ നാശത്തിലെ നിന്ന്, ശാശ്വതമായ നരകത്തിൽ നിന്ന് മനുഷ്യരെ ആട്ടിയകറ്റിക്കൊണ്ടിരിക്കുന്ന ദൗത്യം നിർവഹിക്കുന്ന ആളാണ് ഞാൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതൊരു വലിയ കാരുണ്യത്തിൻ്റെ ദൗത്യമാണ്.
മനുഷ്യരോടുള്ള കാരുണ്യത്തിൻ്റെ ദൗത്യം. ഈ കാരുണ്യത്തിൻ്റെ ദൗത്യം നിർവഹിക്കുകയാണ് പ്രവാചകന്മാർ നിർവഹിച്ചത്. അതേപോലെ തന്നെ അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇസ്ലാമിക പ്രബോധകന്മാർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഘട്ടം, ആരെയെങ്കിലും നശിപ്പിക്കുവാൻ, ആരെയെങ്കിലും തകർക്കുവാൻ, ആരെയെങ്കിലും ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യുവാൻ, ആരെയെങ്കിലും ഒരു തലമുറയെ തന്നെ തകർത്ത് ദരിപ്പണമാക്കുവാൻ വേണ്ടിയാണ് റസൂലുള്ളാഹിയുടെ നിയോഗമായിരുന്നു എങ്കിൽ നമുക്കറിയാം ഏറ്റവും പ്രയാസപ്പെട്ട പ്രവാചക ജീവിതത്തിലെ സന്ദർഭങ്ങളിലൊന്ന് ത്വായിഫിലെ സംഭവമായിരുന്നു. റസൂലുള്ളാഹിയുടെ മക്കയിലുണ്ടായിരുന്ന അത്താണികളെല്ലാം നഷ്ടപ്പെട്ട സന്ദർഭം, തൻ്റെ കുടുംബത്തിൽ നിന്നുള്ള സകല അത്താണികളും നഷ്ടപ്പെട്ട സന്ദർഭം, തൻ്റെ ബന്ധുക്കളുടെ രക്ഷ തേടിക്കൊണ്ട്, ബന്ധുക്കളിൽ നിന്നുള്ള സഹായം തേടിക്കൊണ്ട് തായിഫിലേക്ക് പുറപ്പെട്ടതാണ് പ്രവാചകൻ. ബന്ധുക്കളുണ്ട് അവിടെ. ആ തായിഫിൽ ചെന്ന് തൻ്റെ ബന്ധുക്കളോട് മക്കയിലെ ക്രൂരമായ പീഡനങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് തന്നെ രക്ഷിക്കണം എന്നുള്ള സഹായ അഭ്യർത്ഥനയുമായി കടന്നു ചെന്നപ്പോൾ അവർ രക്ഷിച്ചില്ല എന്നത് പോകട്ടെ, അവർ ചെയ്തത് എന്താണ് നമുക്കറിയാം. തെണ്ടിപ്പിള്ളേരെ വിട്ട് കല്ലെടുത്തെറിഞ്ഞ് അദ്ദേഹത്തെ ഭ്രാന്തനെന്ന് വിളിച്ച് പിന്നിൽ ഓടി വൃത്തികെട്ട പദപ്രയോഗങ്ങൾ നടത്തി നാണം കെടുത്തി. അതോടൊപ്പം തന്നെ കല്ലെടുത്തെറിഞ്ഞ് കാലിൻ്റെ പിൻഭാഗത്ത് നിന്ന് രക്തം ധാരധാരയായി ഒഴുകുന്ന അവസ്ഥയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് തായിഫിലേക്കുള്ള ദൂരത്തെക്കുറിച്ച്, ആ വഴിയെക്കുറിച്ച് അവിടെ പോയിട്ടുള്ളവർക്കറിയാം. മലകൾ താണ്ടി കടന്നു ചെന്ന് ഒരല്പം സ്നേഹത്തിൻ്റെ തെളിനീരിന് വേണ്ടി, ഒരല്പം സഹായത്തിൻ്റെ ഒരു ചെറിയ തണലിന് വേണ്ടി കടന്നു ചെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെടുത്തെറിഞ്ഞ് വൃത്തികെട്ട രൂപത്തിൽ അവർ സ്വീകരിച്ചു എങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ പീഡനങ്ങൾ മുഴുവനും സഹിച്ച് ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ ഈ ദൗത്യ നിർവഹണത്തിന് ഞാൻ അർഹനല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഇതാ ജിബ്രീൽ മലക്ക് കടന്നു വരുന്നു. അദ്ദേഹം പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, പ്രവാചകരെ, ഞാൻ മലകളുടെ മലക്കുനെയും കൊണ്ടാണ് കടന്നു വന്നിട്ടുള്ളത്. അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനയുണ്ട്, താങ്കളൊരു വാക്ക് പറഞ്ഞാൽ ഈ ത്വായിഫ് എന്ന നഗരം പിന്നീട് ഉണ്ടാവില്ല ഈ ഭൂമിയിൽ. ഈ നഗരത്തെ മുഴുവനും നശിപ്പിക്കുവാനുള്ള അള്ളാഹുവിന്റെ കൽപ്പനയുമായിട്ടാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. പ്രവാചകരെ, ഈ നഗരത്തെ നശിപ്പിക്കണമെങ്കിൽ റസൂലുള്ളാഹ് താങ്കളുടെ ഒരു വാക്ക് വേണം, താങ്കളുടെ ഒരു സമ്മതം വേണം. റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും കാരുണ്യമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം എന്തായിരുന്നു? റസൂലുള്ളാഹി പറഞ്ഞത്, ഇല്ല, ഈ സമൂഹത്തിൽ നിന്ന് എന്നെങ്കിലും ഒരാളെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുവെങ്കിൽ, ഒരാളെങ്കിലും സത്യസന്ദേശത്തിൽ എത്തുമെങ്കിൽ അതാണ് അവരെ മുഴുവനും നശിപ്പിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമായിട്ടുള്ളത്. അതാണ് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ, അതാണ് ഇസ്ലാമിൻ്റെ കാരുണ്യം. മനുഷ്യ സമൂഹത്തെ നശിപ്പിക്കുന്നതിലല്ല. തീർച്ചയായും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇസ്ലാമിനെതിരെയുള്ള ഈ ആരോപണങ്ങൾ കടന്നു വരുന്നുണ്ട്. ആ ആരോപണങ്ങൾക്ക് ഉപോത്ബലകമായ രൂപത്തിലുള്ള സന്ദർഭങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും നാമധാരികൾ ഇസ്ലാമിൻ്റെ പേരിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് വളരെ അവിചാരിതമായി സംഭവിക്കുന്ന കുറേ സംഭവങ്ങളല്ല, വളരെ ബോധപൂർവമായി കണക്കാക്കിക്കൊണ്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ സന്ദർഭാധിഷ്ഠിതമായ സംഭവങ്ങളുടെ ശൃംഖലയാണ്. ലോകത്ത് ഇസ്ലാമിനെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കിയിട്ടുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരെല്ലാം ആധുനിക കാലഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, if any religion has a chance of conquering England and Europe, that is Islam. ബർണാഡ് ഷാ പറഞ്ഞതാണ്. ഏതെങ്കിലും ഒരു ആദർശത്തിന് ഇംഗ്ലണ്ടിന്റെ അല്ല യൂറോപ്പിന്റെ മുഴുവനും മനസ്സുകളെ ഭരിക്കുവാൻ സാധിക്കുമെങ്കിൽ, മുഴുവനും അധീശത്വപ്പെടുത്തുവാൻ ഭാവിയിൽ കഴിയുമെങ്കിൽ അത് ഇസ്ലാമിനാണ്. എന്തേ കാരണം? ബർണാഡ് ഷാ മുസ്ലിം ആയിരുന്നില്ല, പക്ഷേ അദ്ദേഹം ഇസ്ലാമിന്റെ ശാന്തി സന്ദേശത്തെക്കുറിച്ച് പഠിച്ചു.
മനുഷ്യരുടെ മനസ്സുകൾക്കകത്തെ കൃത്യമായി സംതൃപ്തപ്പെടുത്തുവാൻ ഇസ്ലാമിക ആദർശങ്ങൾക്കാണ് കഴിയുക എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. മനുഷ്യരുടെ ഭക്തിയെയും യുക്തിയെയും ഒരേപോലെ പ്രീതിപ്പെടുത്താൻ കഴിയുന്ന ഇസ്ലാമിക ആദർശത്തിന്റെ മാനവികതയെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ അന്വേഷണാത്മകമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മനസ്സുകൾക്ക് തൃപ്തി നൽകുവാൻ ഇസ്ലാമിനെ കഴിയൂ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഇസ്ലാമിനെ മാത്രമേ ഇസ്ലാമിന്റെ ഇനി യൂറോപ്പിനെ അധീശത്വപ്പെടുത്തുവാൻ സാധിക്കുക എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം അത് തുറന്നു പറഞ്ഞു. പക്ഷേ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഈ കാര്യം മനസ്സിലാക്കി. ഇസ്ലാമിനെ പഠിച്ചാൽ, ജനങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയാൽ, ജനങ്ങൾ ഇസ്ലാമിനെ ഉൾക്കൊണ്ടാൽ തങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് അത് എതിരാകുമെന്ന് സാമ്രാജ്യത്വവും പൗരോഹിത്യവും മനസ്സിലാക്കി. എന്തേ കാരണം? പൗരോഹിത്യത്തിന്റെ നിലനിൽപ്പ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള ദല്ലാളന്മാരായിക്കൊണ്ടാണ്. പൗരോഹിത്യം നിലനിൽക്കുന്നത് ഈ ദൈവം തമ്പുരാനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നിലനിൽക്കുമ്പോഴാണ്. മനുഷ്യർക്കടുക്കാൻ കഴിയാത്ത, മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഒരുപാട് അകലെയായിട്ടുള്ള ഏതോ ഒരു ദൈവം തമ്പുരാൻ, അങ്ങനെയുള്ള പടച്ചവനിലേക്ക് അടുക്കുവാൻ മധ്യവർത്തികളും ഇടയാളന്മാരും അതേപോലെ തന്നെ പൗരോഹിത്യവും ആവശ്യമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടപ്പോൾ അതനുസരിച്ച് ആ പൗരോഹിത്യത്തിന് സ്ഥാനമുണ്ടായിരുന്നു. ഇസ്ലാം സട്ടാവായ തമ്പുരാനെ അവനെ മാത്രം ആരാധിക്കണമെന്ന സന്ദേശം പഠിപ്പിക്കുമ്പോൾ ആ സന്ദേശത്തിലേക്ക് ആളുകൾ കടന്നു വന്നാൽ സട്ടാവായ തമ്പുരാന് കൃത്യമായി അറിയാവുന്ന തൻ്റെ ദാസനായ മനുഷ്യൻ, ആ മനുഷ്യന് പ്രാർത്ഥിക്കുവാൻ, അവന്റെ പ്രശ്നങ്ങൾ പറയുവാൻ, അവന്റെ പ്രതിസന്ധികൾ അവതരിപ്പിക്കുവാൻ, അവൻ പാപം ചെയ്തു പോയെങ്കിൽ, അവൻ വഴിപിടച്ചു പോയെങ്കിൽ അവന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാപ്പിന് വേണ്ടി പറയുവാൻ, പശ്ചാത്തപിക്കുവാൻ സട്ടാവായ തമ്പുരാൻ അവൻ മാത്രം മതി എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ തീർച്ചയായും പൗരോഹിത്യത്തിന് പിന്നെ സ്ഥാനമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പൗരോഹിത്യം ഇസ്ലാമിനെ വെറുത്തു. അതോടൊപ്പം തന്നെ ഭൗതികതയുടെ ആളുകളും ഇസ്ലാമിനെ വെറുത്തു. എന്തേ കാരണം? മനുഷ്യരുടെ മൃദുലമായ വികാരങ്ങളെ കച്ചവടം ചെയ്യുകയാണ് മാർക്കറ്റിങ്ങിന്റെ ആളുകളുടെ രീതി. മനുഷ്യരുടെ വികാരങ്ങളെയാണ് അവർ കച്ചവടം ചെയ്യുന്നത്, വസ്തുക്കളെയല്ല. ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ, സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് വികാരങ്ങളുടെ കച്ചവടമാണ്. അതെ, മാർക്കറ്റിങ്ങിനെ സ്നിഗ്ധമാക്കണമെങ്കിൽ അവർക്ക് ആവശ്യം ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം, മാർക്കറ്റിംഗ് നടക്കണമെങ്കിൽ പെണ്ണിന്റെ സൗന്ദര്യത്തിന്റെ പ്രദർശനം വേണം, പെണ്ണ് പച്ചയായി കച്ചവടം ചെയ്യപ്പെടുന്ന അവസ്ഥ വേണം. ലൈംഗിക ഉദാരീകരണത്തെക്കുറിച്ച് കേരളത്തിൽ പോലും വ്യാപകമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. തീർച്ചയായും അത് വേണം. ഇവിടെ കച്ചവടവൽകൃതമായൊരു സമൂഹം നിലനിൽക്കണമെങ്കിൽ അതോടൊപ്പം തന്നെ ലഹരിയുണ്ടാകണം. മദ്യമില്ലാത്ത കച്ചവടം എന്നുള്ളത് ആധുനിക സമൂഹത്തിന് ചിന്തിക്കുവാൻ പോലും സാധ്യമല്ലാത്തതാണ് മാർക്കറ്റിങ്ങിന്റെ ഉന്നതമായ വേദികളിൽ. അതേപോലെ തന്നെ കച്ചവടം നിലനിൽക്കണമെങ്കിൽ പലിശ വേണം. കച്ചവടം ഉണ്ടാകണമെങ്കിൽ, അതിലേക്ക് ആകൃഷ്ടരാകണമെങ്കിൽ, കച്ചവടത്തെ സ്നിഗ്ധമാക്കണമെങ്കിൽ ലോട്ടറി ഉണ്ടാകണം. ഇങ്ങനെ കച്ചവടം നിലനിർത്തുവാൻ വേണ്ടി എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം, മനുഷ്യരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യുന്ന, മനുഷ്യരെ മുഴുവനും ഭൗതികമായി ചൂഷണം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇസ്ലാം അവിടെ മുഴുവനും പുറംതിരിഞ്ഞു നിൽക്കുന്നു. ഇസ്ലാം അതിന് മുഴുവനും എതിര് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ചൂഷണത്തിൽ നിന്ന് ഇസ്ലാം ജനങ്ങളെ സമർത്ഥമായി രക്ഷപ്പെടുത്തുന്നു. അത് കേവലം പ്രകടനങ്ങളിലൂടെയല്ല, മറിച്ച് ആശയങ്ങളെ മനസ്സുകൾക്കകത്തേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് എന്തേ ഇസ്ലാമിനെതിരെയുള്ള പെൺപക്ഷ വിമർശനങ്ങളുടെ, ഫെമിനിസ്റ്റ് വിമർശനങ്ങളുടെ, സ്ത്രീ പക്ഷത്തുള്ള വിമർശനങ്ങളുടെ മുഴുവനും കാതൽ, അതിൻ്റെ കാതലിലേക്ക് കടന്നു ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, സ്ത്രീ ഇസ്ലാം പറയുന്ന രൂപത്തിൽ ജീവിച്ചാൽ, ഇസ്ലാം പറയുന്ന വസ്ത്രമുടുത്താൽ, ഇസ്ലാം പറയുന്ന രൂപത്തിൽ പെണ്ണിന്റെ ജീവിത നിലവാരമുണ്ടായാൽ ഇവരുടെ മാർക്കറ്റിങ്ങിന്റെ 90% അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് പ്രാകൃതമാണ്, വൃത്തികെട്ടതാണ് എന്ന് പഠിപ്പിക്കപ്പെടണം. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ രൂപത്തിൽ ഇസ്ലാമിനെ തമസ്കരിക്കണം. ഇസ്ലാമിനെ തമസ്കരിച്ചാൽ മാത്രമേ, തെറ്റിദ്ധരിപ്പിച്ചാൽ മാത്രമേ ആളുകൾ അതിനെക്കുറിച്ച് പഠിക്കാതിരിക്കൂ. അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമിക ആദർശങ്ങൾ മനുഷ്യരുടെ മനസ്സുകൾക്കകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ, ഇസ്ലാമിക ആദർശങ്ങൾ അനുസരിച്ച് മനുഷ്യർ ജീവിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ആത്മീയമായ ചൂഷണങ്ങളിൽ നിന്നും ഭൗതികമായ ചൂഷണങ്ങളിൽ നിന്നും മനുഷ്യർ മുക്തരാകും. അതുകൊണ്ട് തന്നെ ഇസ്ലാം
തമസ്കരിക്കപ്പെടണം. ഇസ്ലാം പഠിക്കപ്പെട്ടുകൂടാ. ഇസ്ലാം പ്രാകൃതമായൊരു ദർശനപാട് എന്ന ചിന്തയുണ്ടാകണം. അതിനുവേണ്ടി കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്ലാം ഈസ് ടെററിസം എന്നുള്ള സിദ്ധാന്തം. ഇസ്ലാം ഭീകരതയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, ഇസ്ലാം ഭീകരതയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പഠിപ്പിക്കുന്നു? മീഡിയ എന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ട്. മീഡിയ ഒരു ആയുധമാണ് സഹോദരങ്ങളെ. എങ്ങനെയാണ് മീഡിയ ആയുധമാകുന്നത്? മീഡിയ ആയുധമാകുന്നത് അത് ആരെയാണോ ലക്ഷ്യമാക്കുന്നവരുടെ മനസ്സുകൾക്കകത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ അവരുടെ ശത്രുവാക്കി മാറ്റിക്കൊണ്ടാണ്. ഇത് എൻ്റെ പദമല്ല, നോം ചോംസ്കിയുടെ പദപാട്. മീഡിയ രംഗത്തെ വിദഗ്ധനായ പാശ്ചാത്യ ബുദ്ധിജീവി നോം ചോംസ്കി പറഞ്ഞത്, ആറ്റം ബോംബ് സകലതിനെയും നശിപ്പിക്കുമെങ്കിൽ, ന്യൂട്രോൺ ബോംബ് ജീവനുള്ള വസ്തുക്കളെ മാത്രം നശിപ്പിക്കുമെങ്കിൽ, മീഡിയ എന്ന ആയുധം മനുഷ്യരെ അവരുടെ മനസ്സുകൾക്കകത്തേക്ക് ഇറക്കി ചെന്നുകൊണ്ട് അവരുടെ തന്നെ ആത്മാവിനെതിരായി അവരെയാക്കി തീർക്കുക എന്ന ദൗത്യമാണ് മീഡിയ എന്ന ആയുധം നിർവഹിക്കുന്നത് എന്നാണ്. അതെ, മീഡിയ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ മനസ്സുകൾക്കകത്ത് ചില ചിത്രങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞു. ലോകത്തിൻ്റെ നമ്മളുടെ എന്ന് പറയുമ്പോൾ ഞാനടക്കമുള്ള ആളുകളുടെ മനസ്സുകൾക്കകത്തേക്ക് ചില ചിത്രങ്ങൾ, ചില ബിംബങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞു. ആ ബിംബങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഉദാഹരണത്തിന്, ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ, ഒരു ശാസ്ത്രീയ ഗവേഷണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആ ടെലിവിഷൻ അവതാരക, അതിനെ ശാസ്ത്രീയ ഗവേഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ശാസ്ത്രജ്ഞനെ കാണിക്കുന്നുണ്ട്. കാണിക്കുമ്പോൾ അദ്ദേഹത്തിന് താടിയുണ്ട്. ഈ ശാസ്ത്ര ഗവേഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് കാണിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഈ താടിയെക്കുറിച്ചൊരു ചിത്രമുണ്ട്. എന്താ ചിത്രം? അയാളുടെ ഗവേഷണത്തിൻ്റെ, അയാളുടെ ശാസ്ത്രബോധത്തിൻ്റെ, അയാളുടെ ബുദ്ധിപരമായ ഔന്നത്യത്തിൻ്റെ എല്ലാം ചിഹ്നമാണ് ആ താടി എന്ന ചിന്ത. ഒരല്പം കഴിയുന്നു, ആ അവതാരക ആ ശാസ്ത്രജ്ഞൻ്റെ പേര് പറയുന്നു. ഒരു മുസ്ലിം പേരാന്ന് വിചാരിക്കുക. ഉടനെ തന്നെ നമ്മളുടെ മനസ്സിലുള്ള ചിത്രം മാറി. നമ്മളുടെ മനസ്സിലായി ഇയാൾ ഒരു മുസ്ലിം മതമൗലികവാദിയാണ്. നിമിഷം കൊണ്ട് ഒരേ താടി തന്നെ ശാസ്ത്രബോധത്തിൻ്റെയും ബുദ്ധിജീവനത്തിൻ്റെയും ചിഹ്നമായ താടി ഒരു പേര് മാറുമ്പോഴേക്ക് അത് വർഗീയതയുടെയും ഫണ്ടമെന്റലിസത്തിൻ്റെയും ചിഹ്നമായി തീരുന്നു. എങ്ങനെയാണിത് സംഭവിക്കുന്നത്? വളരെ സമർത്ഥമായി മീഡിയ നടത്തുന്ന ഏർപ്പാട്. ഒരേ വസ്ത്രം തന്നെ അത് ധരിക്കുന്നയാൾക്കനുസരിച്ച് മാറുന്നു ചിഹ്നം. ഒരേ വസ്ത്രം ഒരു മുസ്ലിം സ്ത്രീ ധരിക്കുമ്പോൾ അത് ജഡത്വത്തിൻ്റെ, പിന്നോക്കത്തിൻ്റെ, അറിവില്ലായ്മയുടെ, പിടിച്ചുവലിക്കലിൻ്റെ, അടിമത്വത്തിൻ്റെ എല്ലാം ചിഹ്നമാകുന്നു. അതേ വസ്ത്രം ഒരു കന്യാസ്ത്രീ ധരിക്കുമ്പോൾ അത് വിശുദ്ധിയുടെ, കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ സ്പർശമായി തീരുന്നു. എങ്ങനെ സംഭവിക്കുന്നു ഇത്? എന്തേ ഇതിന് കാരണം? നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ബിംബങ്ങളാണ്. ആ ബിംബങ്ങൾ വളരെ സമർത്ഥമായി സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഭീകരതയാണ് എന്നുള്ള സിദ്ധാന്തം വളരെ സമർത്ഥമായി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എന്തേ മറ്റുള്ള ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ മറ്റുള്ളവർ ചെയ്യുന്നത് പ്രചരിപ്പിക്കുന്നില്ല? അത് സ്വാഭാവികമാണ്. എന്തുകൊണ്ടെന്നാൽ മറ്റുള്ളവരോടാണ് എതിർപ്പ്, അവരുടെ ആദർശത്തോടല്ല. എന്തേ അവരുടെ ആദർശത്തോട് എതിർപ്പില്ലാത്തത്? അവരുടെ ആദർശം ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുന്നില്ല. അവിടെ സെപ്പറേഷൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമില്ല. എന്താ മതം എന്ന് പറഞ്ഞാൽ അത് പള്ളിയിൽ, അത് കുംഭസാരത്തിൻ്റെ വേദിയിൽ, അതല്ലെങ്കിൽ ഏതാനും ധ്യാനങ്ങളിൽ, അതല്ലെങ്കിൽ മാതാവിൻ്റെ അല്ലെങ്കിൽ ആൾദൈവത്തിൻ്റെ കാൽക്കൽ വീഴുന്നതിൽ, ഒരു കെട്ടിപ്പിടുത്തത്തിൽ അവസാനിക്കണം. മതം മാർക്കറ്റിലേക്ക് കടന്നു വരരുത്. മതം വസ്ത്രമുടുക്കുന്നത് എങ്ങനെയെന്ന് തീരുമാനിക്കരുത്. മതം എങ്ങനെ കച്ചവടം ചെയ്യണമെന്ന് തീരുമാനിക്കരുത്. മതം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കരുത്. മതം എങ്ങനെ സമ്പാദിക്കണമെന്ന് തീരുമാനിക്കരുത്. മതം എങ്ങനെ ചെലവഴിക്കണമെന്ന് തീരുമാനിക്കരുത്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ആ മതം നമ്മുടെ ശത്രുവാകും. മതം ധ്യാനകേന്ദ്രങ്ങളിൽ ഒതുങ്ങി നിൽക്കുമെങ്കിൽ, മതം ആൾദൈവങ്ങളുടെ കാൽക്കീഴിൽ ഒതുങ്ങി നിൽക്കുമെങ്കിൽ, മതം കുംഭസാരത്തിന്റെ കട്ടിലുകളിൽ ഒതുങ്ങി നിൽക്കുമെങ്കിൽ, മതം ശവകുടീരങ്ങളുടെ ഭാഗങ്ങളിൽ ഒതുങ്ങി നിൽക്കുമെങ്കിൽ ഒരു പ്രശ്നമില്ല. മതം വിരോധിയാവുകയാണ്. എന്തേ കാരണം? മതം ജീവിതത്തിൽ ഇടപെടുമ്പോൾ, ആ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അത് ചൂഷണങ്ങളിൽ നിന്ന് മനുഷ്യരെ മുക്തമാക്കുന്ന ആദർശമാകുന്നു. ലോകത്ത് പല ബിംബങ്ങൾ ഉണ്ടായില്ലേ ഇതിനിടക്ക്?
നമ്മളോട് പറയുന്ന ബിംബങ്ങൾ ഉണ്ടായില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. മുസ്ലിം ബിംബങ്ങളെ അവതരിപ്പിച്ച രീതികൾ നമ്മൾ അറിഞ്ഞില്ലേ, തിരിച്ചറിഞ്ഞില്ലേ? ഇതേ രീതികൾ ഇടക്കാലഘട്ടത്തിൽ മുസ്ലിം ബിംബങ്ങളെ അവതരിപ്പിച്ചു. മുസ്ലിങ്ങൾ ഇങ്ങനെയായിക്കൂടെ മുസ്ലിം സ്ത്രീകൾക്ക് എന്ന് ചോദിക്കാൻ വേണ്ടി ചില ബിംബങ്ങൾ അവതരിപ്പിച്ചില്ലേ? നിങ്ങൾക്കറിയില്ലേ, ഒരു ടെന്നീസ് കളിക്കാരി, ആ ടെന്നീസ് കളിക്കാരിയെ പോലെയാകുക മുസ്ലിം സ്ത്രീകളെ. അവൾ നമസ്കരിക്കുന്നു, അവൾ ഹജ്ജിന് പോകുന്നു, ആ സമയത്ത് മുഴുവനും അവൾക്ക് ദൈവത്തിന് ഇഷ്ടമുള്ള വസ്ത്രം തന്നെ ധരിക്കുന്നു. പക്ഷെ ജനം കാണുമ്പോൾ ഇങ്ങനെയെല്ലാം ആയിക്കൂടെ? എത്ര സുന്ദരമാണ് ശൈലി! എന്താണ് അതിൻ്റെ പിന്നിലുള്ള യുക്തി? വളരെ സമർത്ഥമായി മതത്തെ ജീവിതത്തിൽ നിന്ന് വേർപെടുത്തുവാനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. അവിടെയാണ് ഇസ്ലാം വിരോധമാകുന്നത്. ഇസ്ലാമിക ജീവിതം നയിക്കുന്നുവെങ്കിൽ അതെങ്ങനെയാണ്? അത് മറ്റൊരു രൂപത്തിലും അല്ല. മുസ്ലിങ്ങളെ ഇത് മാത്രമേ, ഭീകരത മാത്രമേ, ഭീകരമായ രീതിയിലൂടെ മാത്രമേ, ഭീകരവാദികൾ പറയുന്ന മാർഗങ്ങളിലൂടെ മാത്രമേ മുസ്ലിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്നവരെ പഠിപ്പിക്കുന്നു മീഡിയ. സത്യത്തിൽ ആരെങ്കിലും മുസ്ലിം ലോകത്തിൽ നിന്ന് ഭീകരവാദത്തിലേക്ക് കുടിയേറിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിച്ചിട്ടല്ല, ഇസ്ലാമിൻ്റെ അക്ഷരങ്ങൾ പഠിച്ചുകൊണ്ടല്ല, ഏതെങ്കിലും ഇസ്ലാമിക പണ്ഡിതന്റെ നേതൃത്വത്തിലുമല്ല, മറിച്ച് കുടിയേറിയത് മുഴുവനും ഈ മീഡിയ പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ, മീഡിയ പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇസ്ലാമിനെ പാശ്ചാത്യ ലോകം പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, പഠിച്ചു വെച്ച ആളുകൾ പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിൻ്റെ രക്ഷ, മുസ്ലിങ്ങളുടെ രക്ഷ ഇതിലൂടെ മാത്രമേയുള്ളൂ എന്ന് അറിഞ്ഞതുകൊണ്ടാണ്. പ്രമാണങ്ങൾ കൊണ്ടല്ല, പ്രമാണങ്ങൾ മനസ്സിലാക്കിയിട്ടല്ല, അതല്ലെങ്കിൽ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ പാത പിൻപറ്റിക്കൊണ്ടല്ല. അവിടെയാണ് മീഡിയ വളരെ സമർത്ഥമായി മുസ്ലിങ്ങളെ അടക്കം ബ്രെയിൻ വാഷ് ചെയ്യുകയും ആ മുസ്ലിങ്ങളെ ഇരകളാക്കി തീർക്കുകയും ചെയ്യുക എന്ന ദൗത്യം നിർവഹിക്കുന്നത്. വളരെ വളരെ പരിതാപകരമാണ് അവസ്ഥ. അതാണ് ഇവിടെ സക്കറിയയുടെ പദങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വിഷയ അവതാരകൻ സൂചിപ്പിച്ചത്. സത്യത്തിൽ നമ്മൾ ആരാകണം എന്ന് തീരുമാനിക്കേണ്ടത് ചുറ്റുപാടുമുള്ള സംഭവങ്ങളല്ല, മീഡിയ പറഞ്ഞു തരുന്ന ആശയങ്ങളല്ല. മുസ്ലിമിന്റെ പ്രതികരണം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ ആശയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മുസ്ലിം ഏതവസരത്തിലും എങ്ങനെയാകണമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൃത്യമായി തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മീഡിയകൾ പറഞ്ഞു തരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കേണ്ടവനല്ല മുസ്ലിം, മറിച്ച് കൃത്യമായി പ്രമാണങ്ങൾ പ്രകാരം മുസ്ലിം പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം ഇങ്ങനെ ഇരകളാക്കി മാറ്റപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഭീകരവാദത്തിലേക്ക് കുടിയേറിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പാവങ്ങളാണ്, ഇരകളാണ് എന്നുള്ളതാണ് സത്യം. അവർ അറിയാതെ ശത്രുവിൻ്റെ ഇരകളായി തീരുകയാണ് അവർ ചെയ്യുന്നത്. അത് തിരിച്ചറിയിക്കുക എന്നതുകൂടിയാണ് ഇത്തരം പ്രമേയങ്ങളുടെ പ്രസക്തി. ചുരുക്കത്തിൽ ഇവിടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. ഞാൻ ഒരല്പം വിശദീകരിച്ചത് ഈ വിഷയം വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. ചോദ്യത്തിനുള്ള ഉത്തരം മറ്റുള്ളവർ ചെയ്താൽ അത് അവരുടെ ഭീകരതയായി തീരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവരുൾക്കൊള്ളുന്ന ഈ ആശയം ജനങ്ങളുടെ ഹൃദയങ്ങൾക്കകത്തേക്ക്, ജനങ്ങളുടെ ജീവിതത്തിലേക്ക് പരിവർത്തനത്തിൻ്റെ കൊടുങ്കാറ്റ് വീശുന്നതല്ല, ചൂഷണങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ആശയം സാമ്രാജ്യത്വത്തിൻ്റെ ശത്രുവല്ല. എന്നാൽ ഇസ്ലാം അതല്ല. ഇസ്ലാം ആശയപരമായി തന്നെ മനുഷ്യരെ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ചൂഷണങ്ങളുടെ യാൾരൂപമായ സാമ്രാജ്യത്വം ഇസ്ലാമിനെ ശത്രുവായി കാണുന്നു. ഉത്തരം കൃത്യപാട്, അതാണ് വസ്തുത. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുൽ നസീർ. ഇസ്ലാം കലാപമല്ല കാരുണ്യമാണ് എന്ന തത്വം അടിസ്ഥാനമാക്കി ഇന്ന് ലോക മുസ്ലിങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കലാപം, യുദ്ധം, അക്രമം ഒക്കെ നടക്കുന്നത്. ഇത് ഈ തത്വത്തിന് വിരുദ്ധമല്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒരേ വിഭാഗത്തിൽപ്പെടുന്നവരുമായി നടക്കുന്ന അക്രമവും യുദ്ധവും കൂടി വിലയിരുത്തണം. സപ്പോസ് ഇറാൻ, ഇറാഖ്, ഫലസ്തീൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തും. ഇസ്ലാം കലാപമല്ല കാരുണ്യമാണെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്കിടയിലല്ലേ ഏറ്റവും കൂടുതൽ കലാപം? ലോകത്തുനിന്ന് മുസ്ലിങ്ങൾക്കിടയിലല്ലേ കലാപം എന്നാണ് ചോദ്യം. അതേ എന്ന് ഉത്തരം പറയണോ അല്ല എന്ന് ഉത്തരം പറയണോ എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടെന്നാൽ മുസ്ലിങ്ങൾക്കിടയിൽ കലാപമുണ്ട്, അല്ലാത്തടത്തും കലാപമുണ്ട്. പക്ഷെ അല്ലാത്തടത്തുള്ള കലാപമൊന്നും നമ്മൾ അറിയണില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കത് കണക്ക് കൂട്ടി കൃത്യമായി തൂക്കി നോക്കാൻ നിർവാഹമല്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രശ്നം, മുസ്ലിം ലോകത്തൊരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ ഇറാഖിലുണ്ട്, ഇറാനിലുണ്ട്, എല്ലായിടത്തും.
എന്തേ ആ പ്രശ്നങ്ങൾക്ക് കാരണം? എന്തേ ആ പ്രശ്നങ്ങൾക്ക് കാരണം? അതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞ ആശയപരമായ തലം, മറ്റൊന്ന് അതിൻ്റെ സാമ്പത്തികമായ തലം. എന്താ സാമ്പത്തികമായ തലം? അവിടെയായിപ്പോയി എണ്ണ ഉണ്ടായത്, വേറൊന്നുമില്ല, വളരെ ക്ലിയറാണ്. അവിടെയായിപ്പോയി മുസ്ലിങ്ങൾ ജീവിക്കുന്ന നാടുകളിലായിപ്പോയി എണ്ണ ഉണ്ടായത്. ആ എണ്ണ കൈയടക്കുവാൻ എണ്ണയുടെ കേന്ദ്രത്തെ, ലോകത്തിൻ്റെ ഇന്നത്തെ ഊർജ ഉൽപാദനത്തിൻ്റെ പ്രധാനമായ സ്രോതസ്സായ എണ്ണയുള്ളത് ആ സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ കലാപം ഉണ്ടായേ പറ്റൂ, അവിടെ പ്രശ്നം ഉണ്ടായേ പറ്റൂ. നമുക്കറിയാലോ ഈ പ്രശ്നങ്ങളുടെ കാരണം എന്തായിരുന്നു. ഇപ്പോൾ ഇറാഖിൽ പ്രശ്നമുണ്ടായി. എന്തേ കാരണം? അവിടെ കെമിക്കൽ വെപ്പൺസ് ഉണ്ട് എന്നായിരുന്നു പറഞ്ഞത്. അതാണ് പ്രശ്നത്തിൻ്റെ തുടക്കം. ആ വെപ്പൺസ് ഉണ്ട്, അത് നശിപ്പിക്കണം, അതിനു വേണ്ടി പരിശോധന വേണം, UN വേണം, അത് വേണം, ഇത് വേണം. അങ്ങനെ അവസാനം അവിടെ ഒരു കലാപഭൂമിയാക്കി തങ്ങളുടെ നേതൃത്വത്തിൽ തങ്ങളുടെ ഒരു പാവ സർക്കാരിനെ ഉണ്ടാക്കി അവിടെ വെക്കുന്നതോടുകൂടി അവരെന്നെ തിരിച്ചറിഞ്ഞു ഇങ്ങനൊന്നുമില്ല. അപ്പോഴോ എന്തേ കാരണം ഈ പ്രശ്നത്തിന്? അവിടെ മുസ്ലിങ്ങളാണോ കാരണക്കാർ? മുസ്ലിങ്ങളാണോ കാരണക്കാർ? മുസ്ലിം ലോകത്ത് പ്രശ്നമുണ്ട്. എന്തേ കാരണം? ഉത്തരം എണ്ണ അവിടെ പോയി ഉണ്ടായത്. ഒന്ന് രാഷ്ട്രീയമായ ഉത്തരം, മറ്റൊന്ന് ഞാൻ പറഞ്ഞു ലോകത്ത് ഇസ്ലാമിനെ പരമാവധി തമസ്കരിക്കണമെങ്കിൽ മുസ്ലിം ലോകത്ത് കുഴപ്പമുണ്ടായേ പറ്റൂ, മുസ്ലിം ലോകത്ത് പ്രശ്നം ഉണ്ടായേ പറ്റൂ. ആ മുസ്ലിം ലോകത്ത് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു വശം. മറ്റൊരു വശത്ത് മുസ്ലിം ലോകത്ത് വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ. സത്യത്തിൽ മുസ്ലിം ലോകം എന്ന് പറയുന്നതിനേക്കാളും അത് സ്വാതന്ത്ര്യ പോരാട്ടമാണ്. ഇപ്പൊ പലസ്തീനിൽ നടക്കുന്ന പോരാട്ടം, അവിടെ ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. ഈ പോരാട്ടത്തിൽ അവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളായതുകൊണ്ട് മുസ്ലിംകളുടെ പോരാട്ടമായി അറിയപ്പെടുന്നു മാത്രം. അതേസമയം ഇപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, ആ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പുറത്തെല്ലാം ഹിന്ദു സമരമായിരുന്നു. എന്തേ കാരണം? ഇന്ത്യയിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. അതേപോലെ തന്നെ പലസ്തീനിൽ അവരുടെ സ്വാതന്ത്ര്യ സമരമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങൾ ജനിച്ച് ജീവിച്ച് വളർന്ന മണ്ണിൽ സ്വന്തം അഡ്രസ്സ് നഷ്ടപ്പെടുന്ന അവസ്ഥാവിശേഷം ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. തങ്ങൾ ജനിച്ച് ജീവിച്ച് വളർന്ന മണ്ണിൽ, തങ്ങൾ കളിച്ചു വളർന്ന മണ്ണിൽ ഒരു ദിവസം പറയാണ് നിങ്ങൾ ഇവിടുത്തുകാരല്ല, പിന്നെ എവിടുത്തുകാരുമല്ല. അങ്ങനെ സ്വന്തം നാട്ടിൽ വിലാസം നഷ്ടപ്പെടുമ്പോൾ അതിന് പ്രതികരിക്കാൻ ആരെങ്കിലും കവണയെടുത്തുവെങ്കിൽ അവരെ ഭീകരവാദി എന്നാണോ വിളിക്കേണ്ടത്? നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, സ്വാതന്ത്ര്യ സമരം നടക്കുന്ന പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിൽ സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അതിനെ എങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊരു പക്ഷം നേരത്തെ പറഞ്ഞതുപോലെ എണ്ണയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതല്ലാത്ത സ്ഥലങ്ങളിലുള്ളതൊപ്പോ ഇപ്പൊ അടുത്ത് നടന്ന ഏറ്റവും വലിയൊരു കലാപമാണ് ശ്രീലങ്കയിൽ നടന്നത്, അല്ലേ? ശ്രീലങ്കയിൽ നടന്നത് പ്രഭാകരന്റെ നേതൃത്വത്തിൽ ഈ അടുത്ത് വലിയ പ്രശ്നമുണ്ടായി. പ്രഭാകരൻ അടക്കം മരിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ടായി. പക്ഷേ അതിനെ ഫോക്കസ് ചെയ്യപ്പെട്ടോ? ഹിന്ദു കലാപമായി അതിന് ആ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടോ? അതിനുണ്ടായോ? നേപ്പാളിലുണ്ടായി പ്രശ്നം, രാജാവിനെതിരെയുള്ള ഒരു വലിയ കലാപം. ഹിന്ദു രാഷ്ട്രമാണത്, അത് ഹിന്ദു കലാപമായി അറിയപ്പെട്ടോ? ഇന്നും ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയുടെ പ്രവർത്തകന്മാർ ബ്രിട്ടനിൽ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. കത്തോലിക്കരാണ് കലാപകാരികൾ. കത്തോലിക്ക കലാപമായി അറിയപ്പെടുന്നുണ്ടോ? ഇന്ത്യ രാജ്യത്ത് തന്നെ ബോഡോ തീവ്രവാദികൾ നടത്തുന്ന കലാപമുണ്ട്, അത് ക്രിസ്ത്യൻ കലാപമായി അറിയപ്പെടുന്നുണ്ടോ? എന്തേ കാരണം? അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഒന്നാമത്തത് ആദർശപരമായ പ്രശ്നം, അതറിയപ്പെടുന്നതിൻ്റെ ഈ അടിസ്ഥാനം ആദർശപരമായ പ്രശ്നം. മുസ്ലിം ലോകത്ത് ഇങ്ങനെ കുഴപ്പമുണ്ടാകുന്നതിൻ്റെ കാരണം അവിടെ വെള്ളത്തിൻ്റെ സ്രോതസ്സുണ്ട്, അതേപോലെ തന്നെ എണ്ണൻ്റെ സ്രോതസ്സുണ്ട് എന്നുള്ള ഉത്തരം. ഇതാണ് വസ്തുത, ഇതാണ് ലോകത്തിൻ്റെ കിടപ്പ് ആരോപത്തിലാണ് എന്നുള്ളതാണ് സത്യം. എൻ്റെ പേര് വിജയൻ, അഞ്ചരക്കണ്ടി കുഴിമ്പാലോട് വട്ട സ്വദേശിയാണ്. എനിക്ക് മതങ്ങളെക്കുറിച്ച് കാര്യമായൊരു സംശയമുണ്ട്. അത് മിസ്റ്റർ അക്ബറിനോട് ചോദിക്കുകയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പേ സൗദി അറേബ്യയിലെ പുണ്യഭൂമിയായ മക്കയിൽ പിറന്നു വീണ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മതമായ ഇസ്ലാം മതം അതിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനിൽ വളരെ വ്യക്തമായി ഈ കാണുന്ന പ്രപഞ്ചവും അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളും സൃഷ്ടിച്ചത് സർവശക്തനായ അള്ളാഹുവാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നു. കണ്ണിന് കാഴ്ചശക്തി നൽകിയ ശക്തി ഏതോ അത് അള്ളാഹുവാണ്.
ഈ പ്രപഞ്ചത്തിലെ ബാക്ടീരിയകളെയും ഫംഗസുകളെയും വൈറസുകളെയും അതുപോലെ തന്നെ പ്രപഞ്ചത്തെ തന്നെയും ഇവിടെ നമുക്ക് ഒരുക്കി തന്നത്, ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഒരുക്കി തന്നത് സർവശക്തനായ അള്ളാഹുവാണ് എന്ന് ഇസ്ലാം മതഗ്രന്ഥം ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. എന്നാൽ ലോകത്തിലെ മറ്റൊരു മതമായ ക്രിസ്തീയ മതം അതിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നത് ഈ കാണുന്ന പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ സർവ്വജീവജാലങ്ങളും സൃഷ്ടിച്ചത് സർവശക്തനായ യഹോവയാണ് എന്ന് വളരെ വ്യക്തമായി ബൈബിളിൽ പറയുന്നു. എന്നാൽ ഇന്ത്യയിലെ ഹിന്ദുമതമാകട്ടെ അല്ലെ സിന്ധു നദീതട സംസ്കാരമാകട്ടെ വളരെ വ്യക്തമായി പറയുന്നത് ആദിപരാശക്തിയായ ശിവനും ബ്രഹ്മാവും ഒക്കെ ചേർന്നാണ് ഈ കാണുന്ന പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്ന് ഹിന്ദുമതം അല്ലെ സിന്ധു നദീതട സംസ്കാരം വിശ്വസിക്കുന്നു. അങ്ങനെ ലോകത്തിലുള്ള നിരവധി മതങ്ങളിലെ നിരവധി മതഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത്, അതിലുള്ള ജീവജാലങ്ങൾ മുഴുവൻ സൃഷ്ടിച്ചത് ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ ദൈവമാണ് എന്ന് ഓരോ മതങ്ങളും പറയുമ്പോൾ ഈ കാണുന്ന പ്രപഞ്ചം ഒന്നല്ലേ ഉള്ളൂ മിസ്റ്റർ അക്ബർ. ഈ ഒരൊറ്റ പ്രപഞ്ചം, ഓൺലി വൺ യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തെ നിരവധി മതങ്ങളിലെ നിരവധി ദൈവങ്ങൾ നിരവധി തവണ നിർമ്മിച്ചു എന്ന് പറയുന്നത് മതങ്ങൾ തെറ്റിദ്ധരിപ്പിക്കലല്ലേ? ഈ കാര്യത്തെക്കുറിച്ചൊരു വിശദീകരണം താങ്കളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കാം. ബഹുമാനനായ സുഹൃത്ത് വിജയൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. എല്ലാവരും അവനവൻ്റെ ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്ന് പറയുന്നു. ആകെ ഒരു പ്രപഞ്ചമുള്ളൂ തന്നെ. ഇതെങ്ങനെ ശരിയാവുന്നതാണ്? യഥാർത്ഥത്തിൽ പറയുന്നത് ഇസ്ലാമിൻ്റെ ദൈവമായ അള്ളാഹു സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിന് ഈ പ്രപഞ്ചത്തിലെ ചെറുതുമായ എല്ലാ സൃഷ്ടി ജാലങ്ങളുടെയും പേരാണ് അള്ളാഹു എന്നാണ്. പ്രധാനപ്പെട്ട ഒരു അന്തരമുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് ഞങ്ങൾ ദൈവമാണ് എന്നല്ല ഇസ്ലാം പറയുന്നത്. ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ട്. ആ സ്രഷ്ടാവിന് പ്രവാചകന്മാർ വിളിച്ച പേര് അല്ലാഹു എന്നാണ്. ആ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന അവരുടെ ഇരിക്കാം ജനങ്ങളുടെ ഭാഷയിൽ. എന്റെ സുഹൃത്ത് തന്നെ ഇവിടെ ബൈബിളിൽ കാണും നമ്മൾ യഹോവ എന്ന്. അത് ആ യഹോവ എന്ന പേര് യഥാർത്ഥത്തിൽ ബൈബിളില്ല. ആ മൂലകൃതിയിലെ പേരെന്താണ് എന്ന് ആർക്കും അറിയില്ല. മൂന്ന് വ്യഞ്ജനാക്ഷരങ്ങൾ ആയിരുന്നു പറയുന്നത് എന്നും പിൽക്കാലഘട്ടത്തിൽ യഹൂദ റബ്ബിമാർ സംസാരത്തിന്റെ സൗകര്യത്തിന് വേണ്ടി ആ സ്വകാര്യ വ്യഞ്ജനാക്ഷരത്തെ യഹോവ എന്നാക്കി മാറ്റിയതാണ് എന്നും ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്, ദൈവം യഹോവ എന്ന് വിളിക്കുന്നതിനോട്, അത് പ്രപഞ്ച സൃഷ്ടാവായ തമ്പുരാനെ ആ പേര് വിളിക്കുന്നതിനോട് ഇസ്ലാമിന്റെ എതിർപ്പ്. അതേപോലെ തന്നെ ഹിന്ദു സമൂഹം ശിവനായാലും ബ്രഹ്മാവായാലും വിഷ്ണുവായാലുമെല്ലാം മൂന്ന് പ്പിക്കപ്പെടുന്ന ഒരു കാലത്തിന് മുമ്പ് ഈ മൂർത്തികളെ കുറിച്ചുള്ള ചിന്തയെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഭാരതീയ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ആ എല്ലാം മുമ്പുള്ള
പരമേശ്വരനായ തമ്പുരാനെ കുറിച്ച്. അവരുടെ ഹിരണ്യഗർഭൻ എന്ന് വിളിച്ചിട്ടുണ്ട്, പ്രജാപതി എന്ന് വിളിച്ചിട്ടുണ്ട്, പരബ്രഹ്മം എന്ന് പറഞ്ഞിട്ടുണ്ട്, പരമാത്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സൃഷ്ടികർത്താവ് ഇവിടേക്ക് കടന്നു വന്ന മഹാന്മാരെ പേരുകളാകാം. ഇത് പേരുകളിലല്ല തർക്കം നടത്തം. അള്ളാഹുവിന്റെ തന്നെ തങ്ങളുടെ ഭാഷയിൽ പരിചയപ്പെടുത്തിയ പേരുകളാകാം ഇത്. പക്ഷെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സട്ടാവായ തമ്പുരാൻ ഒന്നാണ്. അവൻ ഏത് പേര് വിളിച്ചാലും. പക്ഷെ ഇസ്ലാം അവിടെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ സട്ടാവായ തമ്പുരാനെ ആരാധിക്കുവാനാണ് നമ്മൾ സന്നദ്ധമാകേണ്ടത്, സൃഷ്ടികളെയല്ല. യഹോവ എന്ന സട്ടാവായ തമ്പുരാനെ വിളിക്കുന്നവർ ആ സട്ടാവായ തമ്പുരാനെ ആരാധിക്കാൻ സാധ്യമാകുമോ എങ്കിൽ നമ്മുടെ തർക്കം അവസാനിക്കുന്നു എന്നാണ് ഇസ്ലാം പറയുന്നത്. പരമാത്മാവ് എന്ന് പരബ്രഹ്മം എന്ന് വിളിക്കുന്ന ആളുകൾ സട്ടാവായ തമ്പുരാനെ ആരാധിക്കാൻ എങ്കിൽ തർക്കത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അവസാനിക്കുന്നു എന്നാണ് ഇസ്ലാം പറയുന്നത്. സൃഷ്ടാവിനെ ആരാധിക്കുക, സൃഷ്ടികളെയല്ല. മുഹമ്മദ് നബി സൃഷ്ടിയാണ്, ശ്രീകൃഷ്ണനും ശ്രീരാമനും സൃഷ്ടികളാണ്, അതേപോലെ യേശുവും സൃഷ്ടിയാണ്. അവർ ജനിച്ചവരാണ്, വളർന്നവരാണ്, പോയവരാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ അനശ്വരനായ തമ്പുരാനെയാണ് ആരാധിക്കേണ്ടത്, ഇങ്ങനെ ജനിക്കുന്ന ആളുകളെയല്ല. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ചുരുക്കത്തിൽ സൃഷ്ടാവായ തമ്പുരാനാണ് ഈ പ്രപഞ്ചം പരിപാലിക്കുന്നത് എന്ന ആശയത്തെ ഇസ്ലാം അംഗീകരിക്കുന്നു. അവനെ ഏത് പേര് വിളിച്ചാലും. പക്ഷെ ആ പേര് സൃഷ്ടാവായ തമ്പുരാനെ കുറിക്കുന്നതാകണം, അവന്റെ പരിശുദ്ധിയെ കൃത്യമായി ഉൾക്കൊള്ളുന്നതാകണം. അല്ലാഹു എന്ന പദം ഏറ്റവും അധികം പ്രസക്തമാകുന്നത് ഇവിടെയാണ്. നമ്മളെ സൃഷ്ടാവായ തമ്പുരാനെ ദൈവം എന്ന് വിളിച്ചാൽ ആ ദൈവം പലപ്പോഴും വളരെ ആപ്റ്റായിട്ടുള്ള കൃത്യമായ പദമാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന് സ്ത്രീലിംഗമുണ്ട്, ദേവിയുണ്ട്. ദൈവത്തിന് ബഹുവചനമുണ്ട്, ദൈവങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ നമ്മൾ ഗോഡ് എന്ന് വിളിച്ചാൽ ഒരു കൃത്യമായ പദമാകുന്നില്ല. ഗോഡിന് ഗോഡസും ഗോഡ്സും ഉണ്ട്. ഇതേപോലെ ദൈവത്തിന്റെ പരിശുദ്ധിയെ പൂർണ്ണമായി ഉൾക്കൊള്ളാത്ത പദങ്ങൾക്ക് പകരം ബഹുവചനങ്ങളില്ലാത്ത, അതേപോലെ തന്നെ ലിംഗഭേദങ്ങളില്ലാത്ത, സ്ത്രീലിംഗമോ പുരുഷലിംഗമോ അങ്ങനെ ലിംഗഭേദങ്ങളില്ലാത്ത ശുദ്ധമായ പദമാണ് അല്ലാഹു എന്ന പദം. ആ അല്ലാഹു എന്ന പദം സൃഷ്ടാവായ തമ്പുരാനെ കൃത്യമായി, അവന്റെ പരിശുദ്ധിയെ കൃത്യമായി ഉൾക്കൊള്ളുന്നു എന്നർത്ഥം. എന്നാൽ യഹോവ എന്ന സൃഷ്ടാവായ തമ്പുരാനെ വിളിക്കുന്നതിന്, അതേപോലെ തന്നെ പരബ്രഹ്മം എന്ന് വിളിക്കുന്നതിനെയല്ല ഇസ്ലാം എതിർക്കുന്നത്. മറിച്ച് ആ സൃഷ്ടാവായ തമ്പുരാന്റെ വിശുദ്ധിയെ ഉൾക്കൊള്ളുന്ന പദമാകണം അത് ഒന്ന്. രണ്ടാമത്തേത് സൃഷ്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ രംഗത്തെ കാഴ്ചപ്പാട്. വ്യത്യസ്ത ദൈവങ്ങൾ സൃഷ്ടിച്ചു എന്ന് ഇസ്ലാം വിശ്വസിക്കുന്നില്ല എന്നർത്ഥം. സഹോദരിമാരുടെ ഭാഗത്തു നിന്നൊരു ചോദ്യമാണ്. ഇസ്ലാം മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിൽ അതിരൂക്ഷമായ ഭീകരപ്രവർത്തനങ്ങൾ നടക്കുന്നു. ഭീകര സംഘടനകളും നിലവിലുണ്ട്. ഇത് കാരുണ്യ പ്രവർത്തനങ്ങളാണോ നടത്തുന്നത്? ഇസ്ലാം മതവിശ്വാസ പ്രകാരം നടക്കുന്ന പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾ കാരുണ്യമാണോ എന്നാണ് ചോദ്യം. ഇസ്ലാം മതപ്രകാരമാണ് പാകിസ്ഥാൻ നടക്കുന്നത് എന്ന് എനിക്കിപ്പോൾ കിട്ടിയ വിവരമാണ്. സത്യത്തിൽ പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഇസ്ലാമിക രാഷ്ട്രമോ ഇസ്ലാമിക പ്രമാണങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന രാഷ്ട്ര സംവിധാനമോ അല്ല. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ളൊരു രാജ്യം എന്ന് പറയാൻ വേണമെങ്കിൽ അവിടെ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളോ മറ്റോ ഒന്നും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് സത്യം.
ഇസ്ലാമുമായി അവിടെ ഭീകരപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതുമായി ഇസ്ലാമിക പ്രമാണങ്ങളും ഇസ്ലാമികമായ സിദ്ധാന്തങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല, പാകിസ്ഥാൻ എന്നുള്ളൊരു രാഷ്ട്രം ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് എന്ന് മുസ്ലിങ്ങൾ ആരും കരുതുന്നില്ല, വിശ്വസിക്കുന്നില്ല. അവിടെ മുസ്ലിങ്ങൾ നടത്തുന്ന ഒരു രാജ്യം, അതിലെ പ്രമാണങ്ങളോ അതിൻ്റെ ഭരണഘടനയോ ഒന്നും തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളുമായി യോജിക്കുന്നതല്ലതാണ്. എൻ്റെ പേര് മാറൂഫ്, ഇരിക്കൂർന്ന് വന്നാണ്. ഇസ്ലാം കലാപമല്ല കാരണമാണ് എന്ന്. അപ്പോൾ കലാപത്തിൻ്റെ ചിഹ്നമായ ഇസ്ലാമിന് വല്ല ബന്ധവുമുണ്ടോ? കാരണം മുസ്ലിങ്ങളെ തന്നെ കേരളത്തിലെ പല പള്ളികളിൽ നമ്മൾ കഴിഞ്ഞാൽ അവിടെ പള്ളി എടുത്തിട്ടാണ് പ്രത്യേകം മെമ്പർ കയറുന്നത്. അപ്പോൾ അതിന് ഇസ്ലാമുമായിട്ട് എന്തെങ്കിലും ബന്ധവുമുണ്ടോ? മാത്രമല്ല, സൗദി അറേബ്യയിലെ കൊടി നോക്കുമ്പോഴും വാള കാണുന്നത് അവിടുത്തെ ആചാരത്തിലും സംസ്കാരത്തിലും വാൾ കൊണ്ടാണ് അവർ പല കാര്യങ്ങളും അവർ വാളെടുത്തിട്ട് അവിടെ പരിപാടി ചടങ്ങുകളെ കാണാറുണ്ട്. അപ്പോൾ ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിച്ചില്ല നമ്മൾ പറയുമ്പോൾ ഇസ്ലാമിലെ പല ഈ നേരത്തെ പറഞ്ഞ പോലെ ജുമാ പ്രസംഗത്തിലുള്ള ഖത്തീബ് മെമ്പർ കയറുമ്പോൾ വാളെടുത്തിട്ടാണ് കയറുന്നത്. അപ്പോൾ ഇത് ഇസ്ലാമായിട്ട് വല്ല ബന്ധവുമുണ്ടോ? ഒരു ചെറിയ ഉപയോഗം കൂടി, ഇസ്ലാമും ഈ തലപ്പാവും തമ്മിൽ ഒരു താടി വക്കൽ സുന്നത്താണ് മനസ്സിലായത്, പക്ഷേ തലപ്പാവ് ഇസ്ലാമും തമ്മിൽ അത് ഇസ്ലാമിലെ സുന്നത്തോ ഒരു പ്രധാനപ്പെട്ട കാര്യമാണോ അല്ല അത് ഇസ്ലാമിൽ ആൾ ചെയ്യേണ്ടത് കാര്യം, ആ ഒരു സംശയം കൂടി ഉണ്ട്. രണ്ട് സംശയം. ഇസ്ലാം കലാപത്തിൻ്റെ മതമല്ലെങ്കിൽ വാൾ ഇസ്ലാമിൻ്റെ ചിഹ്നമാണോ എന്നാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ തലപ്പാവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ അനൗൺസ്മെൻറ്റ് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വിഷയാധിഷ്ഠിതമല്ലാത്ത ചോദ്യങ്ങൾ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് അത്തരം വേദികൾ ചോദിക്കാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, വാളുമായി ഇസ്ലാമിന് വല്ല ബന്ധമുണ്ടോന്ന്? ഉണ്ട് എന്നാണ് ഉത്തരം. ഇസ്ലാമിന് വാളുമായി ബന്ധമുണ്ട്. വാള് എന്നത് ഏതൊരു ഗോത്രവർഗ സമൂഹത്തെയും പോലെ ഇസ്ലാമിക സമൂഹവും ആദ്യ കാലഘട്ടത്തിൽ ഉപയോഗിച്ച ആയുധങ്ങളിലൊന്നാണ് വാൾ. ഇസ്ലാം എന്നുള്ളൊരു ആദർശം, ആ ആദർശം അടിച്ചമർത്താൻ വേണ്ടി വാൾ ഉപയോഗപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ ആദർശത്തെ തകർക്കാൻ വേണ്ടി വാൾ ഉപയോഗപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തകർക്കാൻ വേണ്ടി വാൾ ഉപയോഗപ്പെടുത്തപ്പെട്ടപ്പോൾ, മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി വാൾ ഉപയോഗപ്പെടുത്തപ്പെട്ടപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയും അന്നത്തെ ആയുധമായ വാൾ ഉപയോഗപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇസ്ലാമും വാളുമായുള്ള ബന്ധം. വളരെ ചുരുക്കം പറഞ്ഞാൽ അറബികളുടെ അക്കാലഘട്ടത്തിലെ ആയുധമായിരുന്നു വാൾ. ആ വാള് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെട്ടപ്പോൾ, ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെട്ടപ്പോൾ അതിന് വാള് ഉപയോഗിച്ചിട്ടുണ്ട്. അതല്ലാതെ ഇസ്ലാമിന് വാളുമായി യാതൊരു ബന്ധവുമില്ല. ഇസ്ലാം പ്രചരിച്ചത് വാൾ വഴിയല്ല, ആശയങ്ങൾ വഴിയാണ്. പ്രശ്നം സൗദി അറേബ്യയിലെ കൊടിയിൽ വാളുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഓരോ ഗോത്രവർഗങ്ങൾക്കും അവരുടേതായ ചിഹ്നങ്ങൾ ഉണ്ടാകും, അവരുപയോഗിച്ചിരുന്ന ചിഹ്നങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഇന്ത്യയിൽ സിഖുകാർ ഉപയോഗിക്കുന്നതാണ് കൃപാണം. സിഖുകാരുടെ ഒരു ചിഹ്നമാണത്, ഒരു 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 രീതിയാണത്. അതൊരു ഗോത്രവർഗ രീതിയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒമാനികൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം കത്തി, അതവരുടെ രീതിയാണ്. ആ ഗോത്ര സമൂഹം രാഷ്ട്രീയമായി മാറിയപ്പോൾ, ഒരു കൊടിയായി മാറിയപ്പോൾ, ഇനി പള്ളികളിൽ മിമ്പാറില് പിന്നെ ഖുതുബ പറയുമ്പോൾ വാൾ ഉപയോഗിക്കുന്ന രീതി, അത്തരം ഒരു മതപരമായ ഒരു ചിഹ്നമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതേസമയം അത്തരം ഒരു വാള് കുത്തിപ്പിടിക്കുക എന്നുള്ള വാൾ ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, സ്ഥിരമായിട്ട് വാള് ഒരു ശരീരത്തിലെ ഒരു സാധനമായി ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അഥവാ ഞാൻ പറഞ്ഞല്ലോ അറബിയൻ ഗോത്രവർഗ സമൂഹത്തിൽ വാള് എന്നത് അവരുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു സാധനമായിരുന്നു. അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം വാള് കുത്തിപ്പിടിക്കുക ഒരു ഖുതുബ നടക്കുമ്പോൾ ഒരു തെറ്റായൊരു കാര്യമല്ല. എന്നാൽ
അതൊരാചാരമായി ഒരനുഷ്ഠാനമായി മാറുമ്പോൾ അതിന് പരമായ അടിത്തറ വേണം എന്നുള്ളതാണ് സത്യം. ചുരുക്കത്തിൽ ഇസ്ലാമും ഇസ്ലാമിക ആദർശത്തിന്റെ പ്രചാരണവും വാളുമായി യാതൊരു ബന്ധവുമില്ല. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഇർഷാദ്. ഞാൻ ചാലയിൽ നിന്നാണ് വരുന്നത്. ഇന്നിപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്ലാം കലാപമല്ല കാരുണ്യമാണെന്ന്. നേരത്തെ ഇവിടെ വിശ്വാവതാരം പറഞ്ഞത് ഇസ്ലാമിൻ്റെ ആ കാരുണ്യ ദർശനം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന തരത്തിലുള്ള ആ വിശാലമായ ആ ഒരു കാരുണ്യമാണ് ഇസ്ലാം കാണിക്കുന്നതെന്നാണ്. പക്ഷെ എൻ്റെ സംശയം ഇതാണ്, ഇസ്ലാമിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അടിമത്ത സമ്പ്രദായം ഇസ്ലാമിൽ ചിലപ്പോഴൊക്കെ നിലനിന്നതായിട്ട് കാണുന്നുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, അടിമത്തം ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ വിശാലമായ കാരുണ്യത്തിൻ്റെ അർത്ഥത്തിൽ അതിനെ കാരുണ്യം വിളിച്ചോന്ന് ഇസ്ലാം അടിമത്തം അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ അംഗീകരിക്കുന്നത്? ഇസ്ലാം കാരുണ്യത്തിൻ്റെ മതമാണെങ്കിൽ അടിമത്വം എന്തുകൊണ്ട് അംഗീകരിക്കുന്നു എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ അടിമത്വം എന്നത് ഇസ്ലാം കൊണ്ടുവന്ന ഒരു ഏർപ്പാടല്ല. അത് ചരിത്രത്തിൽ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ നിന്നൊരു സ്ഥാപനമാണ്. ഇസ്ലാമിന് ഒരു ആദർശം എന്നുള്ള നിലയ്ക്ക് ഏകപക്ഷീയമായി നിർത്തൽ ചെയ്യാൻ സാധ്യമാകുമായിരുന്നില്ല. ഇസ്ലാം എന്തുകൊണ്ട് സാധ്യമാകുമായിരുന്നില്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അവിടെ ഇസ്ലാം ഒരു കാരുണ്യത്തിന്റെ ദർശനം എന്നുള്ള നിലക്ക് നിലനിൽക്കുന്ന അടിമത്വം എന്നുള്ള വ്യവസ്ഥിതിയെ കാരുണ്യവൽക്കരിക്കുകയാണ് ചെയ്തത്. ഇസ്ലാമിന് ഏകപക്ഷീയമായി അടിമത്വം നിരോധിക്കുവാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിലനിൽക്കുന്ന ഒരു മനുഷ്യവിരുദ്ധമായ ഒരു സ്ഥാപനത്തെ അത് കാരുണ്യവൽക്കരിച്ചു ഇസ്ലാം. എങ്ങനെ? ഒന്നാമതായി, അടിമ എന്നത് അവൻ അധസ്ഥിതനും കൊള്ളരുതാത്തവനും വൃത്തികെട്ടവനും എല്ലാവരാലും അടിച്ചമർത്തപ്പെടുവാൻ അർഹനായവനുമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇസ്ലാം പഠിപ്പിച്ചു അടിമ എന്നത് പടച്ച തമ്പുരാന്റെ സൃഷ്ടിയാണ് എന്നും സ്വതന്ത്രനായ ഒരു മനുഷ്യനെ പോലെ തന്നെ അവൻ ആദിമാതാപിതാക്കളുടെ മക്കളൊരാളാണ് എന്നും അയാൾക്ക് ഉടമയുമായി യാതൊരു വ്യത്യാസവുമില്ല എന്നും അതുകൊണ്ട് തന്നെ അയാളിൽ നന്മ ചെയ്യുന്നുവെങ്കിൽ അടിമ നന്മ ചെയ്യുന്നുവെങ്കിൽ അതും ഉടമ നന്മ ചെയ്യുന്നുവെങ്കിൽ അതുമാണ് പരിഗണിക്കപ്പെടുക എന്നും അതുകൊണ്ട് തന്നെ അടിമയും ഉടമയും ഏകോദര സഹോദരന്മാരാണ് എന്നുമുള്ള തത്വം ആദ്യം പഠിപ്പിച്ചു. രണ്ടാമതായി, അടിമക്ക് യാതൊരു അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല. അയാൾ അടിച്ചമർത്തപ്പെടുവാൻ മാത്രം അർഹനായിരുന്നു. ഉടമയുടെ ഏത് പീഡനവും സഹിക്കുവാൻ അടിമ അർഹനായിരുന്നു. അന്ന് ഉടമക്ക് വേണമെങ്കിൽ അടിമയെ കൊല്ലാം, ഉടമക്ക് വേണമെങ്കിൽ അടിമയെ അംഗവിച്ഛേദം ചെയ്യാം, ഉടമക്ക് വേണമെങ്കിൽ അടിമയെ ഷണ്ഡീകരിക്കാം, ഉടമക്ക് വേണമെങ്കിൽ അടിമയെ ക്രൂരമായി പീഡിപ്പിക്കാം. എന്നാൽ ഇസ്ലാം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, പാടില്ല. അടിമയെ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ അയാളെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും. റസൂലുള്ളാഹിയുടെ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭരണാധികാരി എന്നുള്ള നിലക്കുള്ള പ്രയോഗമാണിത്. അടിമയെ ആരെങ്കിലും അംഗവിച്ഛേദം ചെയ്താൽ അയാളുടെ അംഗം ഞാൻ വിച്ഛേദിക്കും. അടിമയെ ആരെങ്കിലും ഷണ്ഡീകരിച്ചാൽ അയാളെ ഞാൻ ഷണ്ഡീകരിക്കും. അപ്പോൾ അടിമയെ ചോദിക്കാൻ ആരുണ്ടായിരുന്നില്ല, അത് ചോദിക്കാൻ ആളുണ്ടാവുകയാണ്. അടിമയെ ഒരിക്കലും തന്നെ ആ രൂപത്തിൽ പീഡിപ്പിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. മൂന്നാമതായി, അടിമയ്ക്ക് അഭിമാനക്ഷതം വരുത്തുക എന്നത് ഉടമ അടിമയെ പ്രചോദിപ്പിക്കാൻ വേണ്ടി, മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആയുധമാണ്. അടിമയും മനുഷ്യനാണ്, പക്ഷേ അടിമയെ മോശമാക്കുക, അവനെ വൃത്തികെട്ട രൂപത്തിൽ സംസാരിക്കുക, അടിമക്ക് അഭിമാനക്ഷതം ഉണ്ടാക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അടിമയെ അടിമേ എന്ന് പോലും വിളിക്കരുത് എന്ന് പറഞ്ഞു. അടിമയെ അടിമേ എന്ന് പോലും വിളിക്കരുത് എന്ന് പറഞ്ഞു. കുറച്ചുകൂടി നല്ല പദമായ ദാസൻ എന്ന് വിളിക്കുക, അടിമ എന്നുള്ളത് അബ്ദ് എന്ന് പടച്ചതമ്പുരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേപോലെ തന്നെ അടിമയെ പീഡനങ്ങളിൽ നിന്ന് മുഴുവൻ രക്ഷപ്പെടുത്തുക മാത്രമല്ല, അവനെ മാനസികമായി വളർത്തിക്കൊണ്ടുവന്നു ഇസ്ലാം. അവനെ മാനസികമായിട്ട്, നീ ഉടമയെ പോലെ തന്നെയാണ്, നിനക്ക്
ആ യാതൊരു തരത്തിലുള്ള അധസ്ഥിതമായ അവസ്ഥയുമില്ല. നീ ഒരാളുടെ കീഴിൽ വന്നു എന്ന് മാത്രം. അതോടൊപ്പം തന്നെ അടിമയോട് അടിമക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ ആവശ്യമായ മാർഗങ്ങളെല്ലാം തുറന്നിട്ടു. ഉടമകളായ ആളുകളോട് കൽപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അടിമമോചനം ഏറ്റവും വലിയ പുണ്യകർമ്മങ്ങളിൽ ഒന്നാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, അടിമമോചനമാണ് പുണ്യങ്ങളിൽ മലമ്പാത താണ്ടിക്കിടക്കുന്നതിൽ ഏറ്റവും ഉന്നതമായൊരു പ്രവർത്തനം. അതോടൊപ്പം തന്നെ ഇസ്ലാം പല തെറ്റുകൾക്കുമുള്ള പ്രായശ്ചിത്തമായി അടിമമോചനം കൽപ്പിക്കപ്പെട്ടു. അങ്ങനെ അടിമകൾക്ക് മോചനത്തിനുള്ള മാർഗം ഉണ്ടാക്കി. അതോടൊപ്പം തന്നെ ഇസ്ലാം പഠിപ്പിച്ചു, അടിമ മോചനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ മോചനം ആഗ്രഹിക്കുന്ന അടിമയെ മോചിപ്പിക്കാൻ ഉടമസ്ഥൻ ബാധ്യസ്ഥനാണ് എന്ന്. അതിന് വേണമെങ്കിൽ ഉടമസ്ഥന് അടിമയുമായി ഒരു കരാറുണ്ടാക്കാം, അയാളുടെ സ്വത്ത് എന്നുള്ള നിലക്ക്. ഇത്ര മാസം അയാളെ സ്വതന്ത്രമായി വിടണം, ആ സമയത്തിനുള്ളിൽ ആ ഒരു പ്രത്യേക എമൗണ്ടിന് അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി കരാറുണ്ടാക്കാം. ഞാനൊരു അടിമയാണെങ്കിൽ എൻ്റെ ഉടമയുമായി എനിക്ക് കരാറുണ്ടാക്കാം, എന്നെ 6 മാസം വെറുതെ വിടണം സ്വതന്ത്രമായി. ആ സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്തിനുള്ളിൽ ഞാൻ ഇത്ര എമൗണ്ട് താങ്കൾക്ക് നൽകും. ആ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സ്വതന്ത്രനായി. അയാൾ അധ്വാനിച്ച് അയാൾ സ്വതന്ത്രമായി പണിയെടുത്ത് തൻ്റെ സ്വാതന്ത്ര്യം നേടാനുള്ള അവസ്ഥ, അതിന് മുക്കാത്തബ എന്നാ പേര് പറയാം. അങ്ങനെ സ്വാതന്ത്ര്യ കരാർ എഴുതി കഴിഞ്ഞ അടിമക്ക് പറഞ്ഞ കാലത്തിനുള്ളിൽ ഈ എമൗണ്ട് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം അയാളെ സഹായിക്കണമെന്ന് പഠിപ്പിച്ചു. അതിനാണ് സക്കാത്തിന്റെ അവകാശികളിൽ ഒന്ന് അടിമമോചനം അറിയിക്കിയത്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അടിമത്വം നിലനിൽക്കുന്ന ക്രൂരമായൊരു സ്ഥാപനത്തെ അതിനെ കാരുണ്യവൽക്കരിക്കുകയും മാനവവൽക്കരിക്കുകയും ചെയ്ത് ഇസ്ലാം. അപ്പൊ ഇസ്ലാമിന്റെ കീഴിലുള്ള അടിമ എന്നത് ഒരു കേവലം തൊഴിലാളിയുടെ മാത്രം സ്റ്റാറ്റസ് ആയി തീർന്നു. ഒരു മുസ്ലിമിന്റെ കീഴിലുള്ള അടിമ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിലെല്ലാം നിലനിൽക്കുന്ന ഒരു മുതലാളിയുടെ കീഴിലുള്ള തൊഴിലാളി എന്നൊരു സ്റ്റാറ്റസ്. അതോ ഇപ്പോ ആ തൊഴിലാളിക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്നതിന് പകരം അയാളെ പൂർണ്ണമായി ഉടമ ഏറ്റെടുക്കുന്നു എന്ന് മാത്രം. അയാളുടെ എല്ലാ ചെലവുകളും ഉടമ ഏറ്റെടുക്കുന്നു, അയാൾക്ക് ഉള്ള എല്ലാ ചെലവും ഉടമ ഏറ്റെടുക്കുന്നു, പകരം ഉടമക്ക് വേണ്ടി അയാൾ പണിയെടുക്കുന്നു. അതാണ് ഇസ്ലാമിക സമൂഹത്തിലെ അടിമയുടെ സ്റ്റാറ്റസ്. എത്രത്തോളം എന്ന് വെച്ചാൽ ആ അടിമ നേതാവായി വരെ രാജാവായി വരെ വരാം. നമുക്കറിയാലോ, ഇന്ത്യയിൽ ഒരു മുസ്ലിം രാഷ്ട്രഘടന സ്ഥാപിച്ച ഒരു രാഷ്ട്ര ഒരു വംശം തന്നെ അടിമ വംശമായിരുന്നു. ഒരു അടിമ ഉണ്ടാക്കിയ രാഷ്ട്രവംശമായിരുന്നു. ഒരു അടിമയായിരുന്നു ഇയാൾ പിൽക്കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ട്. അപ്പൊ ആ ഒരു തലത്തിലെല്ലാം തുറന്നു വെച്ചു. പക്ഷേ അടിമത്വത്തെ ഏകപക്ഷീയമായി നിരോധിച്ചില്ല. എന്തേ കാരണം? മദ്യം നിരോധിച്ചതുപോലെ, വ്യഭിചാരം നിരോധിച്ചതുപോലെ, പലിശ നിരോധിച്ചതുപോലെ, ലോട്ടറി നിരോധിച്ചതുപോലെ ഇസ്ലാമിനെ എന്തേ അടിമത്വം നിരോധിച്ചുകൂടായിരുന്നോ എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷേ അവിടെയും ആ നിരോധിക്കായ്മയിലും ഇസ്ലാമിന്റെ കാരുണ്യമാണുള്ളത്. എന്താ കാരണം? നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ഒരു അടിമയുടെ കണ്ണിലൂടെ നോക്കുക നിങ്ങൾ. അടിമത്വം നിരോധിക്കുന്ന ഇസ്ലാം ഏകപക്ഷീയമായി അടിമത്വം നിരോധിക്കുന്നതാണോ നല്ലത്, അതല്ല നിരോധിക്കാത്തതാണോ അടിമയുടെ കണ്ണിലൂടെ നല്ലത്? ഏകപക്ഷീയമായി ഇസ്ലാം നിരോധിച്ചാൽ, അടിമത്വം നിരോധിച്ചാൽ, ആ അടിമ ഒരു മുസ്ലിമിന്റെ കീഴിലുണ്ടായിരുന്ന അടിമ ചെന്നെത്തുക, സ്വാഭാവികമായിട്ട് ഒരു അമുസ്ലിമിന് അടിമത്വം നിരോധിക്കപ്പെട്ടിട്ടില്ല. ഒരു മതം എന്നുള്ള നിലയ്ക്ക് ഇസ്ലാം അടിമത്വം നിരോധിച്ചാൽ ഒരു അമുസ്ലിമിനെ അടിമയായി, ഒരു അടിമയുടെ വീക്ഷണത്തിൽ അടിമത്വം നിരോധിക്കുന്നതല്ല ഇസ്ലാം, അടിമത്വം നിരോധിക്കുന്നതല്ല അയാൾക്ക് മെച്ചം. ഒന്ന്. രണ്ടാമത്തേത്, ഇസ്ലാം ഏകപക്ഷീയമായി അടിമത്വം നിരോധിച്ചു എന്ന് വിചാരിക്കുക, എന്നാൽ മുസ്ലിങ്ങൾക്ക് അത് വലിയ പ്രയാസം ഉണ്ടാക്കും. എന്താ പ്രയാസം? എന്താണ് പ്രയാസം? അടിമ കടന്നു വരുന്ന മാർഗങ്ങളിൽ ഒന്ന് യുദ്ധങ്ങളാണ്. യുദ്ധത്തിൽ അക്കാലഘട്ടത്തിൽ പിടിക്കപ്പെട്ടിരുന്ന ആളുകളെ അടിമകളാക്കി മാറ്റുകയായിരുന്നു സമ്പ്രദായം. യുദ്ധത്തിൽ പിടിക്കുമല്ലോ ഓരോ വിഭാഗവും, അവരടിമകളാക്കി മാറ്റും. അന്ന് അതല്ലാതെ വേറെ നിർവാഹമില്ല. ഇപ്പോഴത്തെ ഇതുപോലെ വളരെ വ്യാപകമായ ജയിലുകളൊന്നും ആ കാലഘട്ടത്തിലില്ലല്ലോ. അപ്പോ അന്ന് യുദ്ധം കഴിഞ്ഞാൽ, രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായി. യുദ്ധം കഴിഞ്ഞാൽ ആ യുദ്ധത്തിന് ശേഷം സ്വാഭാവികമായും ഇന്നുണ്ടാകുന്നത് പോലെയുള്ള നെഗോസിയേഷന് വേണ്ടിയുള്ള സംസാരങ്ങൾ ഉണ്ടാകും.
പരസ്പരമുള്ള കരാറുകൾ ഉണ്ടാകും, അതേപോലെയുള്ള സംസാരങ്ങൾ ഉണ്ടാകും. അങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ആളുകളെ നിങ്ങൾക്കും, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പിടിച്ച ആളുകളെ ഇങ്ങോട്ടും വിട്ടുതരണം എന്നുള്ളൊരു ടോക്ക് ഉണ്ടാകും. യുദ്ധം കഴിയുമ്പോൾ ഇസ്ലാം ഏകപക്ഷീയമായ അടിമത്തം നിരോധിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കറിയാം ഇസ്ലാം അടിമത്തം നിരോധിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളിൽ നിന്ന് കുറെ ആളുകളെ യുദ്ധത്തടവുകാരായി മുസ്ലിങ്ങൾ പിടിച്ചു, മുസ്ലിങ്ങളിൽ നിന്ന് കുറെ ആളുകളെ യുദ്ധത്തടവുകാരായി മുസ്ലിങ്ങളും പിടിച്ചു എന്ന് വിചാരിക്കുക. ഇവിടെ ഒരു നെഗോസിയേഷൻ ടോക്ക് പോലും ഉണ്ടാവില്ല. എന്താ കാരണം? മുസ്ലിങ്ങൾക്കറിയാം ഇസ്ലാം അടിമത്വം നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക രാഷ്ട്രം പിടിച്ച ആളുകളെ ഒരിക്കലും അവർക്ക് അടിമകളാക്കി മാറ്റാൻ പറ്റൂല. പിന്നെ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ ഇസ്ലാമിക രാഷ്ട്രത്തിൽ അവർക്ക് ഭക്ഷണം കൊടുത്ത് അവർക്ക് തീറ്റിപ്പോറ്റിക്കൊണ്ട് അവരെ ജീവിപ്പിക്കണം. അവരെ കൊല്ലാനും പറ്റൂല, അവരെ അടിമകളാക്കി മാറ്റാനും പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളിൽ നിന്ന് പിടിക്കപ്പെട്ട ആളുകൾ ഇസ്ലാമിക രാഷ്ട്രത്തിന് സുരക്ഷിതാകും. തിരിച്ചോ അത്ര നിയമങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് പിടിച്ച ആളുകൾ അവരെ അടിമകളാക്കി മാറ്റും ചെയ്യാം. അപ്പൊ ഒരിക്കലും തന്നെ പരസ്പരമുള്ള ഈ കൈമാറ്റം നടക്കില്ല. അപ്പൊ എന്താ ഉണ്ടാവുക? മുസ്ലിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവില്ല യുദ്ധം ചെയ്യാൻ. എന്താ കാരണം? യുദ്ധത്തിൽ പിടിക്കപ്പെട്ടാൽ ഒന്നുകിൽ മരണപ്പെടും യുദ്ധത്തിൽ. ആ മരണം എന്നുള്ളത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിലെ മരണം എന്നുള്ളത് അവൻ കാക്ഷിക്കുന്നതാണ്, അവൻ ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ആകെയുള്ളത് ഒരു അമുസ്ലിമിന്റെ കീഴിൽ അടിമയായി മാറുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസകരമാണ്. അപ്പൊ അവനുള്ളൊരു പ്രതീക്ഷ എന്താണ്? തിരിച്ചും നമ്മളാളുകളും മുസ്ലിങ്ങളും പിടിക്കുമല്ലോ അടിമകളെ, അപ്പൊ പരസ്പരം കൈമാറ്റപ്പെടും എന്നുള്ളതാണ്. ആ പ്രതീക്ഷ പൂർണ്ണമായി നഷ്ടപ്പെടും. ആ പ്രതീക്ഷ ഉണ്ടാവൂല. എന്താ കാരണം? ഇസ്ലാം അടിമത്വം നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് പിടിക്കാൻ പറ്റൂല, അവിടെ മാത്രം പിടിക്കപ്പെടുള്ളൂ. അങ്ങനെയാകുമ്പോൾ ഒരിക്കലും പിടിക്കപ്പെട്ട ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം, പിടിക്കപ്പെട്ട ഒരു പടയാളിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അടിമയാക്കപ്പെട്ടാൽ ഒരിക്കലും പിന്നെ അയാൾക്ക് രക്ഷയില്ല എന്നുള്ള ഒരവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ അയാളുടെ ആത്മവിശ്വാസം ഉണ്ടാവില്ല, യുദ്ധത്തിൽ ആത്മവിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇസ്ലാമിന് മാത്രമായി ഏകപക്ഷീയമായി അടിമത്വം നിരോധിക്കുക ഒരു ആദർശ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് സാധ്യമാകുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അടിമത്വം നിരോധിച്ചില്ല. എന്നാൽ നിലനിൽക്കുന്ന അടിമ വ്യവസ്ഥയെ പൂർണ്ണമായി കാരുണ്യവൽക്കരിച്ചു, മാനവവൽക്കരിച്ചു. ഇസ്ലാമിൽ ഒരു മുസ്ലിമിന്റെ കീഴിലുള്ള ഒരു അടിമ എന്ന് പറഞ്ഞാൽ എല്ലാ അവകാശങ്ങളുമുള്ള, ഏത് സമയത്തും സ്വാതന്ത്ര്യം ചോദിച്ചു വാങ്ങാൻ അവകാശമുള്ള, എല്ലാ രൂപത്തിലും തന്നെ പോലെ പരിഗണിക്കപ്പെടുന്ന ഒരു തൊഴിലാളി മാത്രമാണ്. അതല്ലാതെ അടിച്ചമർത്തപ്പെടുന്ന ഒരു അടിമത്ത സമ്പ്രദായമല്ല ഇസ്ലാം അനുവദിച്ച അടിമത്ത സമ്പ്രദായം എന്നാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഫൈസൽ, വളപട്ടണം സ്വദേശിയാണ്. ബഹുമാന്യ അക്ബർ സാഹിബ് നേരത്തെ ഒരു ചോദ്യത്തിനുള്ള മറുപടിയിൽ പറഞ്ഞു, പലസ്തീനിലും മറ്റും നടക്കുന്നത് നിലനിൽപ്പിനുള്ള പോരാട്ടമാണ്, അതുകൊണ്ട് അതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന്. എന്നാൽ അതേ സാഹചര്യം നമുക്ക് ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലും വന്നാൽ അത്തരം സാഹചര്യങ്ങളിൽ മുസ്ലിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി സംഘടിക്കുന്ന, അഥവാ ഗുജറാത്തിലും മറ്റും നടന്നതുപോലെ ഗർഭിണികളായ സ്ത്രീകളെ വയർ കുത്തിക്കീറി ഗർഭസ്ഥ ശിശുക്കളെ പുറത്തെടുത്ത് കൊന്ന അത്തരം ക്രൂരമായ അവസ്ഥയിൽ ആ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ, അതുപോലെ മാറാട് ജനിച്ച സ്ഥലത്ത് നിന്ന് സ്വന്തം വീടും മറ്റും വിറ്റ് മറ്റു സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ, മുസ്ലിങ്ങളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന ആ അവസരത്തിൽ NDF പോലെയുള്ള മുസ്ലിം കൂട്ടായ്മയെ എന്തുകൊണ്ട് ഇത്തരം വേദികളിൽ നിന്ന് എതിർക്കുന്നു? അതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം.